ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മുടെ 2024 അവസാനിക്കാൻ പോവുകയാണല്ലേ. അപ്പോ 2025 നമ്മൾ സ്വാഗതം ചെയ്യാൻ പോവുകയാണ് അല്ലെ. ഈ വർഷത്തിന്റെ അവസാനം 2024 വർഷത്തിന്റെ അവസാനം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? ഇനി കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. എന്നിട്ട് നിങ്ങൾ പല കാര്യങ്ങളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ വർഷം അവസാനം ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കുമോ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് സാധ്യമാകേണ്ട ഒരു കാര്യം സാധിക്കുമോ, എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രവർത്തിക്കുമോ ദൈവമെന്ന് കരുതി ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ പല കാര്യങ്ങൾക്ക്. അപ്പം ഞാൻ നോക്കാൻ പോകുന്നത് അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് വരാൻ പോകുന്നത്, നിങ്ങൾ കാത്തിരിക്കുന്ന എന്ത് സന്തോഷമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ വരാൻ പോകുന്നത്. അപ്പൊ ഞാൻ കാർഡുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയാണ്, പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ ആയിട്ടല്ല. അതുപോലെ ടാരോ റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ്, പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അത് നിങ്ങൾ വാട്സപ്പിൽ വരണം. അതെന്തിനാണ് വന്നത് നിങ്ങൾ പറയേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിനാണോ വരുന്നത്, സൊല്യൂഷൻസ് ആണോ വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പറയുന്ന അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഞാനതിന് തരുന്നത്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കാർഡുകൾ നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആദ്യം കേട്ടോ. 7 ഓഫ് വാൻഡ്, ടെമ്പറൻസ്, 9 ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, 3 of Pentacles, World, 7 of Pentacles, Page of Swords, Ace of Pentacles, Wheel of Fortune. ഇത്രയും കാർഡുള്ള ചെറിയ റീഡിംഗ് ആണ്. ഈ 2024 അടുത്ത 48 മണിക്കൂറാണ് ഞാനിന്ന് നോക്കുന്നത്. ഈ 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ലൈഫിലേക്ക് എന്തൊക്കെ മിറാക്കിൾസ് അല്ലെങ്കിൽ സന്തോഷങ്ങൾ, അത്ഭുതങ്ങൾ അല്ലെ, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു 48 മണിക്കൂറിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ട് എന്തോ ഒരു കാര്യം. ഈ അടുത്ത 48 മണിക്കൂറിന് അല്ലെങ്കിൽ ഒരുപക്ഷെ 30-ാം തീയതി, ഡിസംബർ 30, ഡിസംബർ 31, ഈ ഒരു ദിവസങ്ങൾ, അല്ലെങ്കിൽ ഡിസംബർ 28, ഈ ഒരു ദിവസങ്ങളിൽ എന്തോ കാര്യങ്ങൾ സാധ്യമാകണം നിങ്ങൾക്ക് പലർക്കും അല്ലെ. ഒരുപക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് ഒരുപാട് പൈസക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, നിങ്ങൾ വളരെയധികം സാഡാണ്. നിങ്ങൾക്ക് എന്തോ ആവശ്യങ്ങൾക്ക് ഒരുപാട് പണം വേണം. ഒരുപക്ഷെ നിങ്ങളുടെ വസ്തു ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവാം, ബാങ്കുകാർ തീരുമാനം എടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കടക്കാർ നിങ്ങളെ പൊതിഞ്ഞിരിക്കുകയായിരിക്കാം. ഒരുപാട് പ്രോബ്ലത്തിൽ നിങ്ങൾ പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കരയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം കരയുന്നുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ ലാസ്റ്റ് ദിവസങ്ങൾക്കുള്ളിൽ സാധ്യമാകേണ്ടതുണ്ട്. അതിന് നിങ്ങൾ വല്ലാതെ കരയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കമില്ല. ഈ ഒരു കാര്യം സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നു. അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വിസ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിസയ്ക്ക് പൈസ കൊടുക്കാൻ തികയുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഏജന്റ് പറ്റിച്ചിട്ടുണ്ടാവാം. വിസ കിട്ടാത്തതിന്റെ പേരിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു. ഒരു വിദേശത്ത് നിങ്ങൾ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ഒരുപക്ഷെ വിദേശത്ത് പോയിട്ടുണ്ടാവാം, ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവാം. ഇവിടെ ജോലി ഇല്ലാതെ, പണമില്ലാതെ ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങളാണ്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും എന്നോർത്ത് നിങ്ങൾ വളരെ വിഷമിക്കുക. എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ വരാൻ വേണ്ടി തടസ്സമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അതിന് തടസ്സം കാണുവാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം ലഭിക്കാത്തതുകൊണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ലഭിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിങ്ങൾ കരയുകയാണ്, ഉറക്കമില്ല, നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു,
നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് സാധിക്കുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ അത്രയധികം വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ പോകാനായിട്ടൊക്കെ തയ്യാറെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പുതിയ എന്തൊക്കെയോ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് തയ്യാറെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങളിപ്പോ മാനസികമായിട്ട് വിഷമിക്കുന്ന ആ ഒരു കാര്യം എന്തായാലും അത് സാധിക്കുമോ? യേസ് എന്നാണ് ഉത്തരം. നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരു ഈ വീല് കറങ്ങി വരുന്നത് ഭാഗ്യത്തിലേക്കാണ്. അതായത് നിങ്ങളുടെ ഈ കരച്ചിൽ അവസാനിക്കുന്നത് സന്തോഷത്തിലേക്കാണ്. നിങ്ങൾ ഒരുപാട് കരയുന്നുണ്ടാവാം. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ ഒരുപാട് കരയായിരുന്നിരിക്കാം പക്ഷെ നിങ്ങളുടെ കരച്ചില് അവസാനത്തെ കരച്ചിലാണ്. നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ, നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോവാണ്. നിങ്ങളുടെ നല്ല സമയം വരികയാണെന്നാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ ഇപ്പൊ കരയുന്നത്, അല്ലെങ്കിൽ എന്തിനാണോ നിങ്ങൾ ഇപ്പൊ ആഗ്രഹിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പൊ 30-ാം തീയതി അല്ലെങ്കിൽ 31-ാം തീയതി 29-ഓ 28-ഓ ഏത് ദിവസമായാലും നിങ്ങൾ എന്തോ ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുമോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. എന്തോ ഒരു ഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ പണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. ഏതെങ്കിലും വഴിയിലൂടെ ഒരു സഹായം നിങ്ങൾക്ക് ലഭിക്കും, സാമ്പത്തിക സഹായം ലഭിക്കും. നിങ്ങളുടെ കൈകളിൽ പണം എത്തുമെന്ന് കാണിക്കുന്നുണ്ട്. ഇനി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലും ആ ഒരു കാര്യം ലഭിക്കും. നിങ്ങൾക്ക് വസ്തു വിൽക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 31-നുള്ളിൽ വസ്തു വിറ്റ്, അല്ലെങ്കിൽ അതിന്റെ പണം കയ്യിൽ വരണം, അല്ലെങ്കിൽ അഡ്വാൻസ് തുക എങ്കിലും നിങ്ങളുടെ കയ്യിൽ വസ്തു വിറ്റ്, നിങ്ങളുടെ സ്വന്തം വസ്തു വിറ്റ് അഡ്വാൻസ് തുക എങ്കിലും കയ്യിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാടുണ്ട് 31-ാം തീയതിക്കുള്ളിൽ. തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾ ആർക്കൊക്കെയോ ആ ഒരു കാര്യം സാധ്യമാക്കാൻ പോകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു വസ്തു എടുക്കാൻ തീർച്ചയായിട്ടും വരും. നിങ്ങൾക്ക് അഡ്വാൻസ് നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് അഡ്വാൻസ് തുക ലഭിക്കുമെന്നാണ് എനിക്കിവിടെ കാണുന്നത്. തീർച്ചയായിട്ടും വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെയൊക്കെയോ വസ്തു വിൽക്കാൻ പോവുകയാണ്. നിങ്ങൾ കടക്കാരെ വേദനിപ്പിക്കുന്ന, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന, കടക്കാരെ പ്രശ്നങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ അത് ഒരുപാട് കരയുന്ന വ്യക്തികളുണ്ട്. സാമ്പത്തികം കയ്യിലില്ലാത്തതിന് വേണ്ടി കടം മേടിച്ചട കൊടുക്കാൻ അവർ ബുദ്ധിമുട്ടിക്കുന്നു. കേസ്, കോടതി, അങ്ങനെ പല പല കാര്യങ്ങളിൽ ബുദ്ധിമുട്ടും കരച്ചിലുമായിട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ വസ്തു വിൽക്കാൻ പോവുകയാണ്, വസ്തു വിൽപ്പന നടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ഭാഗ്യം തെളിയാണ്. 2025 നിങ്ങളുടെ ഭാഗ്യവർഷമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. വിഷമിക്കേണ്ട, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീരാൻ പോവുകയാണെന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോവാണ്. ചില വ്യക്തികൾക്ക് വസ്തു വാങ്ങാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഈ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വസ്തു വാങ്ങാൻ പോകുന്നുണ്ട്. ആരുടെ കയ്യിൽ നിന്ന് വസ്തു വാങ്ങാൻ പോകുന്നുണ്ടെന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ചിലർക്കും ഭാഗ്യത്തിന്റെ സമയമാണ്. അപ്പൊ വീട്, വസ്തുവൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി പല രീതിയിലും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് ഏസ് ഓഫ് പെന്റിക്കിൾസ്, നിങ്ങൾക്ക് കൈ നിറയെ പണം ലഭിക്കുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്ക് 7 ഓഫ് പെന്റിക്കിൾസ്, 3 ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ എന്തൊക്കെയോ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപക്ഷെ ഒരുപാട് നാളായി നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട്, ഒരുപാട് നാളായിട്ട് ചെയ്യുന്ന ഹാർഡ് വർക്കിനൊക്കെ റിസൾട്ട് ലഭിക്കാൻ പോവാണ്. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിൽ നിങ്ങളത് കൈകളിലേക്ക് പണം എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിൽ എത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ടെമ്പറൻസ് കാർഡ് ഇത് ഏഞ്ചലിന്റെ മെസ്സേജ് ആണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ മുന്നിൽ എന്തോ ഒരു വലിയ ഭൂകമ്പം വരാൻ പോകുന്നവർക്ക് നിങ്ങൾ കരച്ചിലാണ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ലൈഫിന് ഒരു ബാലൻസിൽ പോകൂ. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കൂ. നിങ്ങൾ പോകൂ, സമയമാകുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കും ദൈവം. അങ്ങനെയാണല്ലോ നമുക്കൊക്കെ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. നമ്മൾ എന്തോ ഒരു വലിയ കാര്യം നമുക്ക് സാധിക്കണം, പക്ഷെ നമുക്കത് പറ്റുന്നില്ല. സാമ്പത്തികമാവാം, എന്തുമാവാം. പക്ഷെ നമ്മൾ അതിന്റെ പേരിൽ ഒരുപാട് വിഷമിക്കും. എന്ത് സംഭവിക്കും. പക്ഷെ സമയമാകുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കില്ല. അതാ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒരു ബാലൻസിൽ പോകൂ. അവിടെ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ഏഞ്ചൽ മെസ്സേജ് ആണ്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ ദൈവം അത് ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നത്.
ദൈവത്തെ വിളിക്കൂ, നിങ്ങൾ ദൈവത്തിനെ കൂട്ട് വിളിക്കൂ. നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്തവർക്ക് ദൈവമുണ്ട്. അപ്പൊ ദൈവത്തെ കൂട്ടുപിടിക്കുക, ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്നാണ് കാണിക്കുന്നത്. ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾ അതിന് വിഷമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ വിഷമിച്ച് നിങ്ങൾക്ക് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഏതൊരു പ്രശ്നത്തിനെയും തരണം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ തരണം ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നം നമ്മുടെ മുൻപിൽ വന്നാൽ നമ്മൾ ആ പ്രശ്നത്തിനെ വിട്ടിട്ട് ഒളിച്ചോടാൻ പാടില്ല. ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഏതൊരു പ്രശ്നമായാലും അതിനെ ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. അതിനെ തരണം ചെയ്ത് പൊക്കോളും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതിനൊരു പ്രതിവിധി ദൈവം കാണിച്ചു തരും. നിങ്ങൾ വിഷമിക്കേണ്ട, കരയേണ്ടതില്ല എന്നിവിടെ പറയുന്നുണ്ട്. ഒരു ബാലൻസിൽ ലൈഫ് കൊണ്ടുപോകും. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും അതിനുള്ളിൽ ആ ഒരു പ്രതിസന്ധി കഴിയുമ്പോൾ ഒരു നല്ല കാലം നിങ്ങൾക്കുണ്ട്. ഒരു പ്രതിസന്ധി വരുന്നത് തന്നെ കുറച്ചുകൂടെ നല്ലതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രതിസന്ധി നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ ഒരുപക്ഷെ കുറച്ചുകൂടെ നമ്മുടെ ചെയ്യുന്ന കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വരാനാണ്. അല്ലെങ്കിൽ ആ പ്രതിസന്ധി നമുക്ക് തന്നത് എന്തിനാണ്? അതിനേക്കാൾ സന്തോഷകരമായ ഒരു വാർത്ത നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഏതൊരു പ്രതിസന്ധി വന്നെന്ന് വെച്ച് നമ്മൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഭാഗ്യം തെളിയുന്നതാണ് കാണിക്കുന്നത്. ചില വ്യക്തികൾ ഇവിടെ നിങ്ങളുടെ സ്വന്തം കഴിവിനെ വികസിപ്പിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളെയും വികസിപ്പിച്ചെടുത്ത് അതൊരു വരുമാന മാർഗമാക്കി മാറ്റുന്ന ആളുകളെ കാണുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ തിളങ്ങാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്കത് ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്ത് ചെയ്യാനാണ്? എനിക്കൊന്നും ചെയ്യാനില്ല, ഒരു ജോലി ലഭിക്കുന്നില്ല, മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല, ഒരു ഹെൽപ്പും ഇല്ല, സാമ്പത്തികം ഇല്ല, ഒന്നുമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാത്തപ്പോ നിങ്ങൾക്ക് ആ രീതിയിൽ ഇനി എന്ത് മുന്നോട്ടെന്ന് അറിയാതെ നിങ്ങൾ കരയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കാനായിട്ടുള്ളൊരു അവസരമാണത്. നിങ്ങളുടെ മുന്നിലെ എല്ലാ വഴികളും അടയുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കൂ, നിങ്ങളിലേക്ക് തന്നെ നോക്കൂ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾ കണ്ടെത്തണം. ആ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇനിയിപ്പം ആത്മഹത്യ ചെയ്യാൻ മതി എന്ന് ചിന്തിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ. എന്തെങ്കിലുമൊക്കെ കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിക്കാം. തയ്ക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിക്കാം, അല്ലെ? നിങ്ങൾക്ക് അങ്ങനെ പാട്ട് പാടാൻ അറിയാമെങ്കിൽ അതുകൊണ്ട് ജീവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. അതിനു വേണ്ടിയിട്ടാവും ഒരുപക്ഷെ എന്തെങ്കിലും പ്രതിസന്ധി ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും നോക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട, നിങ്ങളുടെ ഭാഗ്യ സമയം വരികയാണെന്ന് പറയും. നിങ്ങളുടെ സമയം ചേഞ്ച് ആവുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വേഗത്തിൽ വരുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വിഷമിക്കുന്ന വിഷയങ്ങൾക്കുള്ള ഒരു മറുപടി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിലെത്തും. ഒരുപക്ഷെ വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇനി ഒരുപക്ഷെ മകളുടെ മാരേജ് എങ്ങനെ നടത്തും എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ദൈവമായിട്ട് അതിനുള്ള സൊല്യൂഷൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. വഴികൾ തെളിഞ്ഞു വരും, നിങ്ങളുടെ മുന്നിൽ വഴികൾ വരും. അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും കേട്ടോ. അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കാനില്ലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടാവും എന്ന് തോന്നുന്നു. ആ ഒരു കാര്യത്തിനൊക്കെ വഴി തെളിയുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോട് കരയണ്ട. ആരെങ്കിലും ഒക്കെ കരയുന്നവരുണ്ടെങ്കിൽ, ആരെങ്കിലും ഒന്നും എല്ലാവരും കരച്ചിലാണ്, കരയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുവാണ്, നിങ്ങളെ കരയേണ്ട, നിങ്ങളുടെ ഒരു നല്ല സമയം വരികയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം യൂണിവേഴ്സായിട്ട് എത്തിക്കും. അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലൊക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ കരയേണ്ടതില്ല. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും യൂണിവേഴ്സിന് നന്ദി കൊടുക്കുക. ഇനിയിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളാണ് സംഭവിച്ചതെങ്കിലും നിങ്ങൾ ആ പ്രതിസന്ധികൾ വന്നതിന് നന്ദി കൊടുക്കുക. കാരണം ഈ ഒരു പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു, നിങ്ങൾ ആ പ്രതിസന്ധി തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ വന്നത്
എന്റെ ജീവിതം നല്ലതിലേക്ക് കൊണ്ടുവരാനാണ്. ആ പ്രതിസന്ധി വന്നപ്പം നിങ്ങൾ അത് തരണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പലതും പഠിച്ചിട്ടുണ്ടാവാം, പലതും ഉൾക്കൊണ്ടിട്ടുണ്ടാവാം അല്ലെ. അത് ദൈവം തന്നത് പലതും നമുക്ക് പല നന്മകളും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനും. അങ്ങനെ അതിലൂടെ നമുക്ക് പലതും നല്ലതേ ലഭിച്ചിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ആ ഒരു സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മാറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രതിസന്ധി വന്നത്. അത് നമ്മൾക്ക് അതിനുശേഷം മനസ്സിലാവും. പ്രതിസന്ധികൾ വരുമ്പോൾ വളരെയധികം സങ്കടപ്പെടും, പലരും ദൈവത്തെ കുറ്റപ്പെടുത്തും, ദൈവത്തിൽ എന്താ പറയുക, ദൈവമില്ല എന്ന് പറയുന്നവരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക അതങ്ങനെ സംഭവിച്ചത് നന്നായി. കാരണം ദൈവത്തിന് നമ്മളിൽ ഒരു പ്ലാൻ ഉണ്ട്. ദൈവം തീരുമാനിക്കുന്ന അനുസരിച്ച് നമ്മുടെ ഓരോരോ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം സംഭവിക്കുമ്പോഴും നമ്മൾ അതിനെ ക്ഷമയോടെ അത് എങ്ങനെയായി തീരുമെന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. സ്ട്രോങ് ആയിട്ടിരിക്കുക, പേടിക്കാതിരിക്കുക. അങ്ങനെയും നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മൾ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കണം. ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്തൊക്കെ മുന്നോട്ട് പോകാനുള്ള ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുകയുള്ളൂ. നമ്മൾ പേടിച്ചും അല്ലെങ്കിൽ എന്തും വരുമ്പോഴും സങ്കടപ്പെട്ടും കാരണം എനിക്കിത് പറ്റില്ല എന്നുള്ള രീതിയിൽ ഇരുന്നാല് നമ്മൾക്ക് ഒരു ഉയർച്ചയും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണ്. ഇത് ആരോടൊക്കെയുള്ള ഒരു റീഡിംഗ് ആണ്. ഇത് മനസ്സിലായാലും മനസ്സിലാക്കുക, അല്ലാത്തൊരു വിട്ടേക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു ചെറിയ റീഡിങ്. അടുത്ത 48 മണിക്കൂർ, ഈ 2024 അടുത്ത 48 മണിക്കൂറിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു റീഡിംഗ് ആണ് എനിക്കിത്. അപ്പൊ ഇത് ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ആർക്കൊക്കെ റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് അറിയില്ല. റെസനേറ്റ് ആയിട്ടുള്ളവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ഈ 2024 നമുക്ക് ലഭിച്ച എല്ലാ അത്ഭുതങ്ങൾക്കും, എല്ലാ സന്തോഷങ്ങൾക്കും, എല്ലാ ബ്ലെസ്സിങ്സിനും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം കേട്ടോ. 2025 നമുക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തെടുക്കുക. പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.